ഹായ് മിച്ചമരെ, അപ്പോൾ എല്ലാവർക്കും ഒരു വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളത് നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അതായത് നമ്മുടെ വള്ളിച്ചീര കൊണ്ട് നല്ല അടിപൊളി ബജി ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ നമുക്കിവിടെ നിൽക്കുന്ന കുറച്ച് ചെറിയ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു മൂടുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒരുപാടായതിനു ശേഷം നമുക്ക് അടിപൊളി ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ അത് ഇപ്പോൾ കിട്ടിയ ഇലകളെല്ലാം ഞാൻ കുഞ്ഞിലകളെല്ലാം നുള്ളി പറിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എടുത്തതിന് ശേഷം നമ്മളത് കുറച്ച് മുളക് പൊടി, അതുപോലെ ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ കുറച്ച് കായപ്പൊടി, പിന്നെ ബാക്കി നമ്മളിത് കോൺഫ്ലവറാണ് നമ്മളിത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വെച്ചാൽ ഇതിനെ ആദ്യം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഉപ്പും മുളക് പൊടിയും എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടും. അപ്പോൾ മാക്സിമം ഇത് കട്ടയില്ലാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്കിത് ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം എടുക്കാം. ഓവറായിട്ട് വെള്ളം ആകാൻ പാടില്ല കേട്ടോ. എങ്കിൽ നമുക്ക് ആ ഇലയിൽ നിന്ന് ചിലപ്പോൾ തീരെ കട്ടി കുറഞ്ഞ് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടൊരു മീഡിയം കട്ടിക്ക് വേണം നമ്മളിങ്ങനെ മാവ് കുഴച്ചെടുക്കാനായിട്ട്. അങ്ങനെ നമുക്ക് കട്ടയില്ലാതെ തന്നെ മാക്സിമം മാവെല്ലാം നല്ലതുപോലെ കലക്കിയെടുക്കണം. ആവശ്യത്തിന് വെള്ളം നിങ്ങൾ ചേർത്ത് വേണം. അപ്പോൾ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം വെള്ളം ഒഴിച്ചിട്ടാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു പരുവം കിട്ടിയത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ വാഴയ്ക്ക ബജിയും അതുപോലെ തന്നെ ഒരുപാട് ബജികളൊക്കെ നമ്മളിങ്ങനെ കത്തിരിക്ക ബജിക്ക് ഇങ്ങനെ ഇട്ട് കഴിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. നമ്മുടെ ഇല കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് നമ്മൾ ആ ഇല എടുത്ത് നമ്മളിതേപോലെ ഇത് ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞു ചൂട് ആയതുകൊണ്ടാണ് കേട്ടോ. കുഞ്ഞു തൈകളായതുകൊണ്ടാണ് കുഞ്ഞില, അല്ലെങ്കിൽ നല്ല വലുപ്പമുള്ള വലിയ ഇല ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വരുന്ന ആളിൽ അങ്ങനത്തെ ഇത് കുറച്ചുകൂടെ വലുതായതിനു ശേഷം നല്ല അടിപൊളിയായിട്ടുള്ള വലിയ ഇലയുടെ തന്നെ വീഡിയോ നമുക്ക് ഇടാം. ഇപ്പോൾ ഇത് കുഞ്ഞില കൊണ്ട് നമ്മൾ അടിപൊളിയായിട്ടുള്ള ബജിയാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർ അടിപൊളിയാണ് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ ഇത് മാത്രമല്ല, നമ്മൾ പലതരത്തിലുള്ള ബജികൾ കഴിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതൊരു അടിപൊളി ഒരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് നല്ല അടിപൊളി തോരനോ അങ്ങനെ ഒരുപാട് ഐറ്റംസ് വയ്ക്കാൻ നല്ല അടിപൊളി ചീരയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങളുള്ള ഈ ചീരയെ പറ്റിയിട്ടുള്ള അടിപൊളി വീഡിയോകളൊക്കെ പുറകെ വരുന്നതായിരിക്കും. അങ്ങനെ വെച്ചാൽ വരെ നമുക്കിത് വളരെ സിമ്പിളായിട്ട് വീടുകളിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് വാഴയ്ക്ക ബജി, അതായത് ബജിക്കുള്ള വാഴയ്ക്ക അങ്ങനെ ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, മുളവില്ലെങ്കിലും വിഷയമല്ല. നമ്മളത് മുറ്റത്ത് തന്നെ ഇനി പ്രത്യേകിച്ച് ഒരു പരിപാലനം വേണ്ട, നല്ല അടിപൊളിയായിട്ട് നല്ല തടിച്ച് കൊഴുത്ത് വളരുന്ന അടിപൊളി വള്ളിച്ചീരയാണിത്. അപ്പോൾ വെച്ചാൽ വരെ ഞങ്ങളുടെ നാട്ടിൽ വള്ളിച്ചീര എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മളതിൽ കുക്കിങ്ങും ബ്ലോഗിങ്ങും ആയിട്ടൊക്കെയുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കയറി കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ നമ്മളെ ബജി ഇതുവരെ സെറ്റായിക്കൊണ്ടിരിക്കുന്നു. നമ്മളെ വൈകുന്നേരത്തൊക്കെ ഒരു കട്ടനും ഇതേപോലെ 2-3 ഇലയൊക്കെ ഉണ്ടെങ്കിൽ അതും മതി കേട്ടോ. നമ്മളെ ഒരു നേരത്തെ എന്താ പറയുക, വൈകിട്ടത്തെ കട്ടൻ അടിക്കാനായിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റുമായിരുന്നു. അപ്പോൾ മച്ചാൻ വരെ നിങ്ങളെ വീട്ടിൽ ഇതേപോലെ ഉണ്ടെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും ചെയ്തു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും അതിനെ പറയണം കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് പറയണം. അപ്പോൾ വീഡിയോ അതിൻ്റെ പേരുന്നു. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു കിടക്കാച്ചി മുന്നോട്ട് കാണാം.